നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിരപരാധിയാണ്. ഇതുവരെ ഒരു പൈസയും വാങ്ങിയിട്ടില്ല. സത്യം. അർഹതപ്പെട്ടവർക്കാണ് സമ്മാനം നൽകിയത്. അമ്മയ്ക്കറിയാം ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന്. ഇതിൻ്റെ പിന്നിൽ കളിച്ചവരെയും ദൈവം രക്ഷിക്കട്ടെ. കണ്ണീർ മഷി കൊണ്ട് നൃത്ത അധ്യാപകനായ ഷാജി പൂത്തട്ട എന്ന കലോത്സവ വിധികർത്താവിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലെ വരികളാണ് ഇത്. തൻ്റെ ജീവനൊടുക്കാൻ കാരണമായ ദുഷ്ടശക്തികളെ പോലും ദൈവം രക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരു പ്രതിഭ കൂടി അരങ്ങൊഴിഞ്ഞിരിക്കുന്നു. ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് അമ്മയ്ക്കറിയാം. ആ വാക്കുകളിലെ നൊമ്പരം മാത്രം മതി ഈ പാവം കലാഗുരുവിൻ്റെ നിഷ്കളങ്ക സത്യസന്ധതയ്ക്ക്. നമ്മുടെ കലാരംഗവും കലോത്സവവും ഒക്കെ എന്നു മുതലാണ് ഇത്തരം അധമ രാഷ്ട്രീയത്തിൻ്റെ കരാളഹസ്തങ്ങളിൽപ്പെട്ടത്? എങ്ങും എവിടെയും സാമ്പത്തിക ക്രമക്കേടുകൾ, അഴിമതി, വിധി നിർണയങ്ങളിൽ പങ്കുചേരുന്ന കപട രാഷ്ട്രീയം. കാലാവധി കഴിഞ്ഞ യൂണിയനുകൾ കലോത്സവം നിയന്ത്രിക്കുന്നു. സത്യസന്ധമായി വിധി പറയുന്നവരെ ഇരുട്ടുമുറികളിൽ അടച്ചിട്ട് ആക്രമിക്കുന്ന വിദ്യാർത്ഥി യുവജന നേതാക്കൾ, വിധികർത്താക്കളുടെ യോഗ്യതയും പ്രതിഫലവും വെളിപ്പെടുത്താത്ത നിഗൂഢതകൾ. സർവകലാശാല കലോത്സവങ്ങൾ പരിപൂർണമായ ശുദ്ധികലശത്തിന് സമയം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത കലാപ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള ശക്തമായ സംഘടനാ ശേഷിയുള്ള അധ്യാപകരുടെയും ജീവനക്കാരുടെയും വിദ്യാർത്ഥി രാഷ്ട്രീയ പക്ഷമില്ലാത്ത വിദ്യാർത്ഥികളുടെയും ഉത്തമ സംഘങ്ങൾ വിവിധ സമിതികളായി രൂപീകരിച്ചുകൊണ്ട് വിധികർത്താക്കളുടെ യോഗ്യതയും മുൻകാല റെക്കോർഡുകളും വിശദമായി പരിശോധിച്ച് അത്തരക്കാരെ മാത്രം വിധി നിർണയ പീഠങ്ങളിൽ ഇരുത്തിയാൽ മലയാള ദേശത്തിന് നഷ്ടമായ കലോത്സവ പെരുമയും പ്രൗഢിയും നമുക്ക് ഉജ്ജ്വലമായി വീണ്ടെടുത്ത് നിലനിർത്തുവാൻ സാധിക്കും. തൻ്റെ മകൻ വിധി നിർണയത്തിന് കോഴ വാങ്ങിയിരുന്നുവെങ്കിൽ ഈ വീട് ഇങ്ങനെ ചോർന്നൊലിക്കുമോ? ടാർപ്പായയിൽ കെട്ടിമറച്ച് നിലം പൊത്താറായ തൻ്റെ ചെറുകൂരയിലിരുന്ന് ആത്മഹത്യ ചെയ്ത വിധികർത്താവ് ഷാജിയുടെ മാതാവ് ഹൃദയം വിങ്ങി മലയാള ദേശത്തോട് ചോദിക്കുന്നു. പ്രഹസനത്തിന് വേണ്ടി ഇനി എന്തിനാണ് കേസും അന്വേഷണവും? ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മകൻ്റെ ജീവൻ തിരികെ നൽകാൻ കഴിയുമോ നിങ്ങൾക്ക്? ഈ വൃദ്ധ മാതാവിൻ്റെ ചോദ്യം നൃത്ത അധ്യാപകന്റെ മരണകാരണമായ പൈശാചിക ശക്തികളോട് മാത്രമല്ല, നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കലോത്സവ മഹിമയുടെ നിലനിൽപ്പിനായുള്ള പുത്തനൊരു കണ്ണീർ സമരാഹ്വാനം കൂടിയാണ്. മുദ്രകൾ തെറ്റി താളം പിഴച്ച് ചുവടുകളിടറിയ കലോത്സവ സംഘാടനം, വികലമായ വിധി നിർണയം, ഇവയൊക്കെയും സത്യധർമ്മപാതയിൽ എത്തിക്കുവാൻ കലോത്സവ രക്തസാക്ഷിയായി മാറിയ പ്രിയ ഷാജിയുടെ മരണം കൊണ്ടെങ്കിലും സാധിക്കട്ടെ. നൃത്തഗുരുവിന് ചാനൽ 91 ന്യൂസിൻ്റെ കണ്ണീർ പ്രണാമം. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.